ജ്യോതിഷത്തിന്റെ കാണാപുരങ്ങൾ തേടുന്ന പ്രണവം സെഗ്മെന്റാണ് അടുത്തത്. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപുരങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ KV സുഭാഷ് ചന്ദ്ര അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. ഈ ഇന്നത്തെ എപ്പിസോഡിൽ സാറ് വ്യാഴദശയുടെ കാര്യമാണ് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ രാഹുദശ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തന്നെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ പറഞ്ഞ രാഹുദശ കടന്നു പോകുന്നതെങ്കിലും വഴിപാട് സർപ്പത്തിന് 100 മാലം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പലരും പറയാറുണ്ട് കുട്ടികൾ പഠിക്കാൻ വളരെ പിന്നിലാണ്, എങ്ങനെ ശ്രദ്ധിച്ചിട്ടും അതിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സർപ്പത്തിന് 100 മാലം തന്നെയാണ് അതിൻ്റെ പരിഹാരം രാഹുദശയുടെ. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് 64 വയസ്സായ ഒരാൾക്ക് പിന്നീട് വരുന്ന 16 വർഷക്കാലം ജീവിതത്തിലെ സുന്ദരമായ ഒരു കാലഘട്ടമാണ് കടന്നു വരുന്നത്. 16 വർഷക്കാലം വ്യാഴദശയാണ്. നമ്മളുടെ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും നമ്മൾ അറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴദശ എന്ന് പറയുമ്പോൾ. സമ്പത്ത് അധികം കിട്ടുക എന്നുള്ളതിനേക്കാളുപരി നമുക്ക് സ്ഥാനമാനങ്ങളെല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴദശ എന്ന് പറയുമ്പോൾ. അതായത് ഒരു വലിയ വെടിവെപ്പും യുദ്ധം, ഘോര യുദ്ധം കഴിഞ്ഞു വരുന്ന അതിന് ശേഷമുള്ള ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടമാണ് ഈ 16 വർഷം അടങ്ങുന്ന വ്യാഴദശ കാലഘട്ടം. അതിൻ്റെ പുണർദം, വിശാഖം, പൂരുരുട്ടാതി ചേർന്നതാണ് 3 നക്ഷത്രങ്ങൾ. അതിൻ്റെ പുണർദം, വിശാഖം, പൂരുരുട്ടാതി, അതേപോലെ വിശാഖം, പൂരുരുട്ടാതി, പുണർദം, പിന്നെ പൂരുരുട്ടാതി, പുണർദം, വിശാഖം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടാലും ഇതിൻ്റെ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ഈ പറഞ്ഞ 3 നക്ഷത്രങ്ങൾ ഒരേ ബലം തന്നെയായിരിക്കും. അപ്പോൾ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ഇത് 3 എണ്ണമാണ്. അതാണ് വ്യാഴദശ. 16 വർഷം. ഈ 16 വർഷത്തിന് 3ആയിട്ട് കണക്കൂട്ടിയാലും 5 വർഷവും 4 മാസവും വെച്ച് അങ്ങനെ 3ആയിട്ട് പോകും. അപ്പോൾ ആദ്യത്തെ 5 വർഷം 4 മാസം ഗുണകരമായിട്ട് പോകുന്നു. പിന്നെ ഗുണദോഷ സമ്മിശ്രം, അവസാനം മോശം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. പൊതുവേ വ്യാഴദശ കാലഘട്ടം എല്ലാവർക്കും നല്ല രീതിയിൽ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ മുമ്പേ പറഞ്ഞു നമുക്ക് ധനം കൂടുതൽ കിട്ടുന്നതിനേക്കാൾ ഉപരി പ്രശസ്തിയും പദവിയും എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴദശ. അപ്പോൾ മുമ്പ് രാഹുവിൻ്റെ മുഷ്കിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ആ മുട സ്വഭാവമൊക്കെ മാറിയിട്ട്, അതായത് മുമ്പ് കാലഘട്ടത്ത് നമുക്ക് ദേവനോട് ഇഷ്ടം തോന്നാതിരുന്ന അതിൽ നിന്ന് വിചിത്രമായിട്ട്, അതായത് പലർക്കും തോന്നും ഇദ്ദേഹം ഇത്രയും കാലം കാണിച്ച പോലെയല്ല, പെട്ടെന്ന് അമ്പല കമ്മിറ്റിയിലൊക്കെ വന്ന് ആളാവും, ചിലപ്പോൾ അമ്പലത്തിൻ്റെ ആ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാവും. അപ്പോൾ ചിലർ കരുതും ഇങ്ങൾക്ക് എന്താ പറ്റിയെന്ന് കരുതും. കാരണം ഇത്രയും കാലം വിമർശിച്ച് നടന്ന ആൾ പെട്ടെന്ന് വഴി മാറി ഭയങ്കര ഭക്തിയും കാര്യമൊക്കെ കാണിക്കും. അപ്പോൾ വീട്ടുകാരും ഞെട്ടിപ്പോവും, അച്ഛനെന്ത് പറ്റിയെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് പറ്റി, ഇത്രയും കാലം വളരെ അമ്പലം വേണ്ട, ഇതൊക്കെ തട്ടിപ്പ് എന്നുള്ള രീതിയിൽ സംസാരിച്ച ആൾ പെട്ടെന്ന് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ വന്നിട്ട് ആൾ പറയുന്നത് അതല്ല, നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകണം, ദർശനം നടത്തണം, പിന്നെ ക്ഷേത്ര കാര്യങ്ങളിൽ പങ്കെടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ വ്യാഴദശ എന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് 64 വയസ്സ് ആവുന്ന സമയത്താണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും 80 വയസ്സ് വരെയാണ്. അപ്പോൾ ആയുസ് അനുസരിച്ച് 80 വയസ്സ് വരെ ഈ പറഞ്ഞ വ്യാഴദശ കടന്നു പോകും. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഒരുമാതിരി നല്ല കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന സന്യാസി ഭാവത്തിലേക്ക്, അതായത് നമുക്ക് വാനപ്രസ്ഥ കാലഘട്ടമാണ്. അപ്പോൾ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ 50 വയസ്സിൽ വാനപ്രസ്ഥം തുടങ്ങുന്നു. അങ്ങനെ 75 വയസ്സ് വരെ വാനപ്രസ്ഥ കാലഘട്ടം. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിലേക്കൊക്കെ ശോഭിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം, നേതാവായ, അതാണ് മുമ്പേ പറഞ്ഞത്, നമുക്ക് എല്ലായിടത്തും ഒരു ഹെഡായിട്ട് വരാൻ, അറിയപ്പെടാൻ വേണ്ടി അതിന് വേണ്ടി വരുന്ന, അതിനെ ഏറ്റവും ശോഭിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വ്യാഴദശ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ സേവ് ചെയ്ത് വെച്ച പൈസ എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വളരെ ഉഷാറോടുകൂടി തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതാണ് മുമ്പേ നമ്മൾ പറഞ്ഞത്, ഈ ചൊവ്വയുടെ ദശാകാലഘട്ടം വരെ നമ്മൾ വളരെ കരുതലോടുകൂടി, അപ്പോൾ ചൊവ്വയുടെ ദശയൊക്കെ ആകുമ്പോൾ ഒരു ഗുണമുള്ളത് നമുക്ക് ഭൂമിയൊക്കെ വാങ്ങി വേണമെങ്കിൽ കരുതൽ നിക്ഷേപമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയൊരു കാലഘട്ടമാണ്. അപ്പോൾ രാഹു അടിച്ചാലും ഭൂമിയൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ചിലർ പറയില്ലേ, എത്രയൊക്കെ ബലം പിടിച്ചിട്ട് ഞാൻ ഇറുകിപ്പിടിച്ച് മരത്തിലങ്ങ് കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ഈ ഭൂമിയൊക്കെ അങ്ങനെ ആസ്തി അങ്ങനെ വാങ്ങിച്ചിടുകയാണെങ്കിൽ രാഹുവിൻ്റെ അടിയിൽ നമുക്കത് അറിയാവുന്നതുകൊണ്ട് അതിനെ അതിജീവിച്ച് ഇതൊന്നും നഷ്ടപ്പെടാതെ നമ്മളെക്കൊണ്ട് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന 16 വർഷ കാലഘട്ടം നമുക്ക് വയസ്സാം കാലഘട്ടത്ത് മനസ്സമാധാനത്തോടുകൂടി വളരെ പ്രൗഢോടുകൂടി ജീവിക്കുന്നതിന് ഈ 16 വർഷം കാലഘട്ടം നമുക്ക് അനുയോജ്യമാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ 16 വർഷം 80 വയസ്സ് വരെ സമ്പന്നം എന്ന് ഉദ്ദേശിച്ച സമ്പത്തേക്കാൾ ഉപരി നാട്ടിലും വീട്ടിലും എല്ലാം വളരെ പ്രാധാന്യം കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് കടന്നു പോകാൻ സാധിക്കും. മഹാവിഷ്ണുവാണ് ഇതിൻ്റെ അതിദേവൻ. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിന് വ്യാഴാഴ്ചകളിൽ പാൽപ്പായസം ഭാഗ്യസൂക്തം നടത്താം, അല്ലെങ്കിൽ ജന്മാനുജന്മ
നക്ഷത്രങ്ങളിൽ നടത്താം. അല്ലെങ്കിൽ നമ്മുടെ പക്കാപ്പിറന്നാളിൽ എല്ലാ മാസത്തിലും പക്കാപ്പിറന്നാളിന് മഹാവിഷ്ണുവിൻ്റെ പാൽപ്പായസം ഭാഗ്യസൂക്തം നടത്താം. പിന്നെ അതേപോലെ വേണമെങ്കിൽ മഹാദേവന് വെള്ള നിവേദ്യം ധാരയും നടത്താം. അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും കൂടുതലും ഒരു 95% ആളുകൾക്കും ദൈവാധീനം കൂടുതൽ വരികയും ദൈവഭക്തി കൂടുതൽ തോന്നുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ് വ്യാഴദശ. അപ്പോൾ ഈ വ്യാഴദശ കാലഘട്ടത്തിന് നമുക്ക് വയസ്സാവുന്ന കാലഘട്ടത്താണ് അനുഭവിക്കാൻ കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ സമ്പന്നമാക്കാൻ സാധിക്കും. പിന്നെ മക്കളൊക്കെ നമ്മൾ നോക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ നല്ല ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇത് തന്നെ ശുക്രദശയാണ് അവസാന കാലഘട്ടത്തിൽ വരണമെങ്കിൽ മക്കൾ നമ്മളെ കാലുമ പിടിച്ച് റോട്ടിൽ വലിച്ചിടുന്ന ഒരു കാലഘട്ടമാണ്. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. ശുക്രദശ വയസ്സാം കാലത്താണ് വരുന്നതെങ്കിൽ അരിഷ്ടത കാലഘട്ടമാണ്. അതിലൊരു തർക്കമില്ല. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട്, വിളിച്ചു പറയാറുണ്ട്, വലിയ ഉന്നത രീതിയിലൊക്കെ ജീവിച്ചവരൊക്കെ വിളിച്ചു പറയാറുണ്ട്, പറഞ്ഞതിൽ ഒന്നും കളയാനില്ല. ശുക്രദശയുടെ അവസാന കാലഘട്ടത്തിൽ ശുക്രദശ വന്നപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. മറ്റുള്ളവർ പറഞ്ഞ പോലെയല്ല, നമ്മുടെ രീതികളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നക്ഷത്രങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ദശാകാലങ്ങൾ അറിഞ്ഞിരിക്കണം. ദശാകാലങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ രീതിയിലുള്ള നമുക്ക് 16 വർഷം എങ്ങനെയാണ് കടന്നു പോകുന്നത്, സുന്ദരമാണോ അസുന്ദരമാണോ. അതേപോലെ തന്നെ വ്യാഴദശയാണ്. ഇപ്പോൾ ഇനി ചെറിയ വയസ്സിലുള്ള ഒരാൾക്കാണ് വ്യാഴദശ കടന്നു വരുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ മകരം ചിത്തിര അവിട്ടം നക്ഷത്രം ആ രീതിയിലുള്ള ഒരാൾക്കാണ് വ്യാഴദശ കടന്നു വരുന്നതെങ്കിൽ അപ്പോൾ ഏകദേശം 21 വയസ്സിലാണ് വ്യാഴദശ തുടങ്ങുന്നത്. അപ്പോൾ 37 വയസ്സ് വരെ വ്യാഴം ഉണ്ടാവും. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ശോഭിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ പിന്നിലൂടെ നെഗറ്റീവ് എനർജിയുടെ പ്രസരണം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കടന്നു കൂടാൻ പറ്റാത്തത്. ഇങ്ങനെയുള്ള ചിന്തകൾ വരണം. അപ്പോൾ നമ്മൾ ദശാകാലങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നല്ല കാലമാണ് കടക്കുന്നത് എന്നറിഞ്ഞാൽ പോലും അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നല്ലൊരു ആസ്ട്രോളജറെ കണ്ട് അതിൻ്റെ പരിഹാരം തേടിയിരിക്കണം. അല്ലാതെ ദശാകാലമാണ് ചില ജ്യോത്സ്യന്മാർ പറയുന്നത് വ്യാഴദശയിൽ വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു വിടാറുണ്ട്. നമ്മുടെ അടുത്ത് വരാറുണ്ട് ഒരുപാട് വ്യാഴദശയിൽ അരിക്ക് ഗതിയില്ലാത്ത ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളെങ്കിലും പോയി നോക്കിയില്ലെന്ന് പറയും. പിന്നെ പോയൊക്കെ നോക്കി. അപ്പോൾ അവർ പറയുന്നത് വ്യാഴമല്ല, ഒന്നും നോക്കണ്ടെന്ന് പറയുന്നത്. അപ്പോൾ വ്യാഴമായതുകൊണ്ട് നോക്കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് വ്യാഴമായാലും ഏത് ദശയായാലും ഭക്ഷണം കഴിക്കാൻ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഏത് ദശയായാലും അതിനൊരു അതിദേവൻ ഉണ്ടാവും. ആ അതിദേവൻ്റെ അടുത്ത് തന്നെ നമ്മൾ പ്രാപിക്കണം. അപ്പോൾ നമുക്ക് പൈസ ഉണ്ടായാലും പൈസ ഇല്ലെങ്കിലും, ഇപ്പോൾ നമ്മളൊരു തൊഴിൽ ചെയ്യുമ്പോൾ അതിന് GST അടയ്ക്കാനുണ്ട്. അപ്പോൾ അത് GST വേണ്ടാന്ന് പറയാൻ പറ്റില്ല. GST വേണ്ടാന്ന് പറഞ്ഞാലും നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും. കാരണം വരുമാനം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വ്യാഴദശയാണ് വരുന്നതെങ്കിലും വ്യാഴദശയ്ക്ക് നമ്മൾ മഹാവിഷ്ണുവിൻ്റെ പാൽപ്പായസവും ഭാഗ്യസൂക്തവും നടത്തി തന്നെ മുന്നോട്ട് പോകണം. അപ്പോഴേ അതിൻ്റെ ഗംഭീരതയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം. ഉത്സവങ്ങൾ എന്നും നമ്മൾ ഓരോരുത്തർക്കും പ്രിയങ്കരമായ ഒരു സമയമാണ്. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനും ഒരല്പം സമയം ഒരുമിച്ച് ചിലവഴിക്കാനും കാഴ്ചകൾ കാണാനും എല്ലാം. പ്രത്യേകിച്ച് ഗുരുവായൂരിലെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് പകിട്ട് ഏറും. കാരണം ഒത്തിരി അധികം ജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ അന്നദാനം തന്നെ വളരെ ഗംഭീരമാണ്. അതെ. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ആ ഒരു നല്ല അന്തരീക്ഷത്തിന്, ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രചാരമുള്ള ഒരു ഉത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ എല്ലാവർക്കും എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ പരിസ്ഥിതി മലിനീകരണങ്ങളില്ലാതെ, വെടിക്കെട്ടുകളില്ലാതെ, ഇത്രയും വളരെ പ്രകൃതിയോട് ഇണങ്ങി പരിസ്ഥിതി സൗഹാർദ്ദപരമായി നടത്തുന്ന ഒരു ഉത്സവത്തിന് കൂടെ പരിസമാപ്തിയാവുകയാണ്. ഈ ഒരു ധന്യ നിമിഷത്തിൽ, ഈ ഒരു പുണ്യ നിമിഷത്തിൽ എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കും ഗുരുവായൂർ ഉത്സവത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് മറ്റ് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു ദിനം കൂടിയാകട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട പറയുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.